ഇപ്പോൾ വെള്ളം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുക, ഒരു കടയിൽ പോയിട്ട് തൊട്ടി ഞങ്ങൾ നാട്ടിൽ പറയാം, തൊട്ടിയും കാറും വാങ്ങിക്കുക, അതിന്റെ പിടിയിൽ കാറ് കിട്ടുക, കിണറ്റിലേക്ക് ഇടുക, ാണ് വെള്ളം കിട്ടുന്നത്. ഏതാണ്ട് H2O 2H2O രണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ വെള്ളം ഉണ്ടാകുന്ന ഇങ്ങനെയാണല്ലോ. അപ്പൊ അത്തരം ചിന്താഗതിയാണ് എനിക്ക് പണ്ട് മുതലേ പഠിക്കുമ്പോൾ എനിക്ക് തോന്നും, ഈ മുഗളന്മാരുടെ ഭരണപരിഷ്കാരവും അക്ബറിന്റെ മതവും ടിപ്പുവിന്റെ പടയോട്ടമൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം? ഒരു വെണ്ടയുടെ വിത്ത് നട്ടാൽ എത്ര മാസം കൊണ്ട് വെണ്ടയ്ക്ക പറിക്കാൻ പറ്റും? ഇത്തരം കാര്യങ്ങൾ നമുക്കറിയണ്ട്. നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത പല കാര്യമാണ്. അത് ശരിയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, ശരിയാണെന്ന് പറയില്ല. അത്തരം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും സാറിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ വെള്ളരിക്ക ചീഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ സാറിനറിയില്ല പറയാൻ. അവസാനം ഇപ്പോൾ സ്കൂളിലേ പോകാത്ത പാടത്ത് പണിയെടുക്കുന്ന, പാടത്ത് ഞങ്ങളുടെ നാട്ടിൽ വയലെന്നാ പറയുക, വയലിൽ പണിയെടുക്കുന്ന കുമാരേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നനഞ്ഞ മണ്ണാകുമ്പോൾ ചീത്തയാവും, നീ ഒരു ഇല അടിയിൽ വെച്ചിട്ട് അത് കായ്ച്ച് വലുതാകുമ്പോൾ തന്നെ ഒരു ഇല അടി വെച്ച് കൊടുത്താൽ മതി. എനിക്ക് ഉപകാരപ്പെട്ട കാര്യം പറഞ്ഞത് അദ്ദേഹമാണ്.